മുന്നൊക്കെ നമുക്കറിയാം എല്ലാ ഫ്ലൈറ്റ് സർവീസിന് മുൻപും കൃത്യമായ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ നടക്കാറുണ്ടല്ലോ. ഇത്തരത്തിലുള്ള തകരാറുകളൊന്നും ആ സെക്യൂരിറ്റി ചെക്കിങ്ങിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും ഇപ്പൊ ബേർഡ് സ്ട്രൈക്ക് പോലുള്ള സംഗതികൾ അസ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അതിൽ നമുക്ക് പ്രാഥമികമായ എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗിന്റെ സൈഡിൽ നിന്ന് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വലിയ രീതിയിലുള്ള ബേർഡ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ 2 എഞ്ചിൻ പവർ ലോസ് സംഭവിക്കുക എന്നുള്ളത് വളരെ അസ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. കൃത്യമായ മെയിൻ്റനൻസ് എല്ലാ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന ഓരോ എയർലൈൻസിനും കൃത്യമായ പ്രോട്ടോകോളോടുകൂടിയാണ് മെയിൻ്റനൻസ് പ്രീ ഫ്ലൈറ്റും പോസ്റ്റ് ഫ്ലൈറ്റും ഓരോ ട്രാൻസിറ്റിലും നടക്കുന്നത്. അതുകൊണ്ട് ഒരു എന്താ പറയാ, ഭയപ്പെടേണ്ട സിറ്റുവേഷൻ ഇനി നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എല്ലാ എയർലൈൻസും അത് കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ലോകത്തുടനീളം എല്ലാ ഫ്ലൈറ്റുകളും പറക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വീഴ്ചയാണ് എന്ന് പ്രാഥമിക തലത്തിൽ എത്താൻ സാധിക്കില്ല. അത് ഡിപ്പെൻസ് ഓൺ നമുക്ക് ബ്ലാക്ക് ബോക്സിലൂടെ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്താണ് കൃത്യമായ ഇൻവെസ്റ്റിഗേഷൻ നടന്നതിന് ശേഷം മാത്രമേ അത് എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ.